ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയുടെയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് തിന്നായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണേ. ഒരുപാട് അങ്ങ് കട്ടിയുള്ള മസാല ആക്കാതെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പത്തിരി ഞാൻ 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതും എളുപ്പമുള്ള രീതിയും അത് ചെയ്താൽ മതിയേ. അപ്പോൾ എൻ്റെ എളുപ്പത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 സവാള ഒന്ന് സ്ലൈസ് ആക്കിയതാണ്. 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ അത് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നിർത്തുകയാണ് കേട്ടോ. അത് ചേർത്തൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു പത്തിരിക്കുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഞാനതൊരു പത്തിരിക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി, അതായത് നൈസ് പൊടിയാണ് കേട്ടോ, നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കടിക്കില്ല, ആ ഒരു നൈസായിട്ടുള്ള മാവാണ്. അത് നമുക്ക് മാവ് ചേർത്തിട്ട് നന്നായിട്ടൊരു തടി തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം. മാവ് തിക്കാവുന്നുണ്ടോ നോക്കാം. ഒരുപാട് ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കാം. കുറച്ചും കൂടെ പൊടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ ഒരു മാവ് ഇട്ടിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഫ്ലെയിം നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അടപ്പുകൊണ്ട് അടച്ചിതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ചെറിയ ചൂട് വരുന്ന മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത് എത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അതൊന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സവാളൊക്കെ ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചതെന്ന് ഒരു 3 സ്പൂൺ, വലിയൊരു സ്പൂൺ നിറച്ചുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തത്, പിന്നെ അതുപോലെ തന്നെ 10-12ഓളം ചെറിയ ഉള്ളി, ഒരു 6-7 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചതച്ചെടുത്തൊരു കൂട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു 1 കിലോളം ചിക്കനാണ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഞാൻ അവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നമുക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുണ്ട്, നല്ല കളറുണ്ട് കേട്ടോ ഈ ഒരു മുളക് പൊടിക്ക്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരക പൊടിയായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇത് 3 കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 കപ്പ് നല്ലോണം തിളച്ച വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ വെള്ളം കുറച്ചൊന്ന് ചേർത്താൽ മതി. 1 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. ഞാൻ കുറച്ചൊന്ന് ഒരു ലൂസായിട്ടുള്ള ഒരു കറിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ചതാണ്. പിന്നെ ഇതാ ഒരു ചിക്കൻ ബോൺലെസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കനും ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ ആ ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇതിനിടയ്ക്ക് തന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് റെഡി ആവുന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും രമ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിയിൽ ഉപ്പും ഒക്കെ പാകമാണെന്ന് നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ ചൂടോട് കൂടി ഞാൻ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പത്തിരി പ്രസ് വെച്ചൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി കമ്പൊന്നും ഇട്ട് പരത്തുന്നില്ല, ഇങ്ങനെ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണേ. അതിനുശേഷം ഞാൻ ഒന്ന് പൊടിമാവിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചട്ടിയിലിട്ടൊന്ന് ചുട്ടെടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം നമുക്ക് കുറേ ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു സമയത്തിന് നമുക്ക് ചുട്ടെടുത്താൽ മതിയാകും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ഇത് കുറച്ചൊരു മെനക്കെട്ട ഒരു പരിപാടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് തയ്യാറാക്കിയാൽ പെട്ടെന്ന് തീരും കേട്ടോ പണി. അപ്പോൾ എനിക്കിത് കുറച്ച് പാടായിട്ട്, പക്ഷേ നമ്മൾ ഈ ഒരു പൊടിമാവ് ഉണ്ടാക്കുന്ന ഒരു പത്തിരി ഉണ്ടല്ലോ, അതിനൊരു നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ല, ആ ഒരു ഫീലുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ചിക്കൻ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞതാ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അത് ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് ഫ്രൈ ആയിട്ടങ്ങ് ഡീപ്പ് ഫ്രൈയിൽ ചെയ്യുന്നത് ഒരു ചെറിയൊരു
ഒരു മസാല ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് വരത്തക്ക രീതിയിലാണ് കേട്ടോ. അതുമല്ല ബോൺലെസ് പീസാണ്ട് നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പുറത്തുള്ള മസാല പെട്ടെന്ന് വരുമ്പോൾ ഇതിൽ വേഗം കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് ആ ഒരു മസാല പൊട്ടിച്ചുള്ള ചിക്കനും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒന്ന് പത്തിരി ഇതുപോലെ തന്നെ ഒന്ന് പരത്തി ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചപ്പാത്തി കമ്പിട്ടൊന്ന് പരത്തി എടുക്കാറുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങൊന്ന് ജസ്റ്റ് പൊടിമാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചിക്കൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്താഴ്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. പിന്നെ ഇതാ ഒരു പത്തിരി നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്കിതുപോലെ വന്നിട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചൊന്നെടുക്കാം. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ പത്തിരി ഇടുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു പൊടിമാവുണ്ടല്ലോ, നമ്മൾ എത്ര തട്ടിക്കളഞ്ഞാലും കുറച്ചൊന്ന് കാണും കേട്ടോ. അപ്പോൾ ഇത്രയും ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തൂത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ വീണ്ടും ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതിനേക്കാൾ എളുപ്പത്തിലൊരു രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും സാധാരണ ആദ്യം വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. എളുപ്പമാണ്. നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ നല്ല പൊള്ളിച്ചൊക്കെ വരുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നൊരു പത്തിരില്ല, ഒരു ഹോട്ടൽ സ്റ്റൈൽ, അതിൻ്റെ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കോലാണ് ഈ കോലം. നല്ല പാടായിരുന്നു കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കിച്ചനൊക്കെ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുറച്ച് പാടാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു പത്തിരി ഇപ്പം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതാ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് നന്നായിട്ട് തടുത്ത് വീണ്ടൊന്ന് മിക്സ് ചെയ്ത് മാവൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് അടപ്പോണ്ട് അടച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ചെയ്യുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഒന്ന് അടച്ചൊന്ന് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് വീണ്ടും ആ ഒരു ചൂടിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് മാവൊന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കൈക്ക് ചൂട് എത്രത്തോളം കൊള്ളും ആ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എന്തായാലും മാവൊന്ന് സോഫ്റ്റായി കിട്ടണം. എന്നിട്ട് ആ കുഞ്ഞു ബോൾസായി കിട്ടുന്നത്. അപ്പോൾ കുട്ടി പത്തിരിയാണ് കേട്ടോ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചത് നല്ല വലിപ്പമുള്ള പത്തിരിയാണല്ലോ, ഇത് കുഞ്ഞു പത്തിരിയാണ്. അപ്പോൾ ഞാൻ ചെറിയ പ്രസ്സിലാണൊന്ന് പരത്തി എടുക്കുന്നത്. പിന്നെ നമ്മൾ പരത്തി ഇതിൽ നമ്മൾ പൊടിമാവൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ചെയ്യുന്നത്. നമ്മളിത് വെച്ചിരിക്കാനായിട്ട് പറ്റില്ല, വേറൊരു പാത്രത്തിൽ നമുക്ക് പരത്തി വെക്കാനായിട്ട് പറ്റില്ല, കാരണം അത് ഒട്ടിപ്പിടിക്കും. അതുപോലെ അരിമാവാണ്. അപ്പോൾ ഞാൻ ആ പാനും ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ്സിലൊന്ന് പരത്തും. പിന്നെ ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കും. ഇത്ര ഉള്ളത് എളുപ്പ പണിയാണ്. പൊടിമാവൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും അതുപോലത്തേക്ക് ടേസ്റ്റ് തന്നെ. പക്ഷേ ആ ഒരു കാണാനുള്ള ഒരു വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസം കാണും നമ്മൾ ആ ഒരു കഴിയും. അതിലൊരു പൊടിമാവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് അത് വേറൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് പത്തിരിയാണ് തയ്യാറാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.